വചനസാരം വചനസാരം. ഈശോ 72 പേരെ തിരഞ്ഞെടുക്കുന്നതും ദൗത്യമേൽപ്പിച്ച് അയക്കുന്നതുമാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്രകാരം അയക്കപ്പെട്ട 72 പേർ തങ്ങൾ കേൾപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരികെ വരികയും തങ്ങൾ കണ്ടതും കേട്ടതുമായ യാഥാർത്ഥ്യങ്ങൾ ക്രിസ്തുവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന വചനഭാഗമാണ് ഇന്നേ ദിവസം തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. 72 പേരും സന്തോഷത്തോടുകൂടി തിരിച്ചു വന്നുവെന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. ദൗത്യമേൽപ്പിച്ചയച്ചപ്പോൾ ഈശോ അവരോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൗത്യം പൂർത്തീകരിച്ചു വന്ന അപ്പസ്തോലന്മാർ തങ്ങൾ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചൊന്നും കർത്താവിനോട് പരിഭവമോ പരാതിയോ പറയുന്നില്ല. അതിലുപരി അവർ സന്തോഷത്തോടു കൂടിയാണ് കർത്താവിനോട് അവർ കണ്ട, വചനം പ്രഘോഷിച്ചപ്പോൾ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. 72 പേരും തങ്ങൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചപ്പോൾ ഈശോയും പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുവെന്ന് വചനം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. സാത്താൻ പോലും ക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടു എന്നുള്ളതാണ് 72 പേരും വലിയ സന്തോഷത്തോടുകൂടി പങ്കുവച്ച സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അനുഭവം. എന്നാൽ ക്രിസ്തു സന്തോഷിച്ചത് ഇവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലും സ്വർഗീയ രഹസ്യങ്ങൾ പിതാവായ ദൈവം ഇവർക്ക് വെളിപ്പെടുത്തി നൽകി എന്നതിലുമാണ്. ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ കാണുന്നതിലും ഉപരിയായ ചില ദൈവിക ഇടപെടലുകൾ നടക്കുന്നുണ്ട്. സമർപ്പിത ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ വഴിത്താരകളിൽ നാം ദൈവത്തെ പ്രതി ഏറ്റെടുത്ത് നിർവഹിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും അദൃശ്യമായ ചില അടയാളങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും അവശേഷിപ്പിക്കുന്നുണ്ട്. ദൃശ്യമായ ചില അടയാളങ്ങളിൽ മാത്രം നമ്മുടെ കണ്ണുടക്കിയാൽ ദൈവിക രഹസ്യങ്ങളുടെ മാഹാത്മ്യം തിരിച്ചറിയുവാൻ കഴിയാതെ പോകും. കാഴ്ചകളിൽ നിന്ന് ഉൾക്കാഴ്ചകളിലേക്കും അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവുകളിലേക്കുമുള്ള ഒരു യാത്രയാണ് ക്രിസ്തു ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ ഭൂമിയിൽ സന്തോഷവും സ്വർഗത്തിൽ മഹത്വവും നൽകുന്നതായിരിക്കട്ടെ. വചനസാരം വചനസാരം.